അപ്പോൾ ഗൈസ് നിങ്ങൾ സ്ക്രീനിൽ കണ്ട ഒരു ഫാസ്റ്റ് കട്ട് ട്രാൻസാക്ഷൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഇട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പല റീൽസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ SFX ടൈപ്പിലെ റീൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് ടൈപ്പിലുള്ള റീൽസ് തന്നെ ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലത്തെ ചെറിയൊരു സെക്ഷൻ കൊടുത്തിട്ടൊക്കെ പലരും എഡിറ്റ് ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 1 പാർട്ട് 2 പറഞ്ഞിട്ട് അങ്ങനെ 2 സെക്ഷൻസ് പ്രകാരം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോസ് എങ്ങനെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഇതേപോലെ മെർജ് ചെയ്ത് വെക്കുക എന്നാണ്. സെക്കൻഡ് പാർട്ട് വീഡിയോ കാര്യം ഈ ഒരു മെർജ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലിപ്പിലേക്ക് സൗണ്ട് കറക്റ്റ് ആക്കിയിട്ട് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണുന്നവർ സെക്കൻഡ് പാർട്ട് മസ്റ്റായിട്ട് കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഈ ഒരു ഫാസ്റ്റ് കട്ട് ട്രാൻസാക്ഷൻ നിങ്ങളുടെ വീഡിയോസിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനേ ഉള്ളൂ, വലിയ റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് CapCut വെച്ചിട്ടാണ്. അപ്പോൾ ഇത് CapCut എന്നല്ല, നമുക്ക് ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നവരെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പലർക്കും ഇത് അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഈ ഒരു സെയിം പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് അതിൽ യൂസ് ചെയ്യുക. പക്ഷേ അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റം വരുന്നത് മാത്രം. അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ബേസിക് ഇതേപോലെ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചോ. എന്നിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇട്ട് വെച്ചോളാം. കാരണം നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ CapCut ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഈ ഫാസ്റ്റ് കട്ട് ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ CapCutക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഒരു വെഹിക്കിളായിട്ടുള്ള ഫുള്ളൊരു വണ്ടിയുള്ള ക്ലിപ്സുകൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് റാൻഡം ആയിട്ടുള്ള ക്ലിപ്സുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രോപ്പർ മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ള കുറച്ച് ക്ലിപ്സും അതേപോലെ തന്നെ റീൽസിൽ നിന്ന് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തുള്ള കുറച്ച് ക്ലിപ്സുകളാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളി ഷോർട്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സുകൾ നിങ്ങൾ നോക്കണ്ട, നമുക്ക് പ്രധാനം അതിൻ്റെ ഒരു എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ്. അപ്പോൾ ക്ലിപ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ 9:16 റീൽസിൻ്റെ സൈസിലാണെങ്കിൽ ആ ഒരു റേഷ്യോ നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു മ്യൂസിക്കിൻ്റെ സെക്ഷൻ നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്കാണ് ഉണ്ടാവുകയെന്ന്. എന്നാൽ ഞാനൊരു മ്യൂസിക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡെമ്മി ആയിട്ട് ഇവിടെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിപ്സും മ്യൂസിക്കും നിങ്ങൾക്ക് വേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഫാസ്റ്റ് കട്ട് ട്രാൻസിഷൻ ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനും ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടണം. അപ്പോൾ ചില ഷോർട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ലോ ടൈപ്പ് ആയിട്ടുള്ള ഷോർട്സ് ഒക്കെ അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോകൾ സെലക്ട് ചെയ്തിട്ട് സ്പീഡ് പോയിട്ട് നോർമലിൽ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫാസ്റ്റ് അല്ലാത്ത വീഡിയോസിനൊക്കെ ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലിപ്പ് കാണാൻ എനിക്കൊരു സൈക്കിളിൻ്റെ ക്ലിപ്പ്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് സ്പീഡ് പോയിട്ട് ഒന്നങ്ങോട്ട് സ്ലോ ആവുന്ന രീതിക്കാണ് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പീഡിൽ ഞാനത് ചെയ്യുന്നത് കർവ് പോയിട്ട് കസ്റ്റമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പേ ഇപ്പോൾ ഈ ഒരു സ്ലോമോ നമ്മൾ കൊടുത്തപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഞാൻ നൈസായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് കൊടുത്തിട്ടുള്ള സ്പീഡ് ഒന്ന് മൂത്ത് സ്ലോമോ ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അതിന് സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡ് ഒന്ന് കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ, ഒന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലിപ്സുകൾക്കൊക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഡ്യൂറേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ നമുക്ക് 2 മെത്തേഡായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് റാൻഡം ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. വേണ്ട മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് താഴത്തൊരു ബോക്സിൽ ബീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ബീറ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഓട്ടോ ജനറേറ്റ് എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോ യെല്ലോ ഡോട്ട്. ഈ ഒരു യെല്ലോ ഡോട്ടുകളൊക്കെ നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്കുകളാണ്. എന്നിട്ട് സൈഡിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ഒക്കെ ഇവിടെ ഒക്കെ കാണാം നിങ്ങൾക്ക് ഓരോ യെല്ലോ ഡോട്ട്. അപ്പോൾ ഓരോ യെല്ലോ ഡോട്ടിനനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്തുള്ള ക്ലിപ്സുകൾക്ക് ആ ഒരു ബീറ്റ് മാർക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി അതല്ല ചില റീൽസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മ്യൂസിക് ഒന്നും ഇല്ലാതെ വെറും ആ ഒരു ട്രാൻസിഷൻ്റെ സൗണ്ട് മാത്രമായിട്ട് ആ ഒരു ഫാസ്റ്റ് കട്ട് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ മ്യൂസിക് സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ റീൽസുകൾ എഡിറ്റ് ചെയ്യാറുണ്ട് പലർ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു മ്യൂസിക്കിൽ തന്നെ ജസ്റ്റ് ഒന്ന്
ആ ഒരു എന്താ പറയുക മ്യൂസിക്കിൻ്റെ ബീറ്റിനല്ലാതെ ഞാൻ എൻ്റെ ഒരു ലെവലിലേക്കാണ് ഞാൻ ഇതിൻ്റെ ഡ്യൂറേഷൻ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്ലിപ്പ് നമ്മളെ ഫസ്റ്റ് ഇൻട്രോ ക്ലിപ്പ് പറയുന്നത് ഈ ഒരു കാറിൻ്റെയാണ്. അപ്പോൾ അതിൽ ഞാനൊന്നും അങ്ങനെ ചെയ്യണില്ല. പിന്നെ അടുത്തത് പറയുന്നത് ഗിയർ ഷിഫ്റ്റിങ്ങാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെറുതെ ആ ഒരു ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്യാണ്. ഓക്കെ, ഗിയർ ഇവിടെ വെച്ചിട്ടാണ് ഷിഫ്റ്റിങ് കഴിയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് ബാക്കി കളഞ്ഞു. പിന്നെ അടുത്ത ഈ ഒരു സ്കൂട്ടിയിൽ പോണതാണ്. അത് ഏകദേശം ഒരു 0.4 സെക്കൻഡ് ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ അതിന്മേൽ ഞാനങ്ങനെ ഒരു 0.3 സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഒരു മീറ്ററിൻ്റെതാണ്, അത് അങ്ങനെ വലിയതായിട്ട് ചെയ്യുന്നില്ല. പിന്നെ അടുത്തത് ഈ ഒരു സ്കൂട്ടിയുടെ ഈ ഒരു ക്ലിപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഞാൻ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഈ സ്കൂട്ടിയുടെ ക്ലിപ്പാണ്. ഓക്കെ, അത് വലിയ സീനില്ല സ്കൂട്ടിയുടെ, അതൊരു 0.3 സെക്കൻഡ് തന്നെയാണ് അത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് പിന്നെ ആ ഒരു സൈക്കിൾ ബാക്ക് പൊന്തിക്കണത് അങ്ങനെ തന്നെ മതി. അവിടെ ഈ ഇവിടെ കുറച്ചങ്ങോട്ട് സ്പീഡ് വന്നിട്ട് പെട്ടെന്നൊരു സ്ലോ ആകുമ്പോൾ നൈസാണ്. നോക്കിയൊക്കെ കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു സ്കൂട്ടിയുടെ ക്ലിപ്പാണ്. അത് 0.4 ഉണ്ട്, അത് ഞാനൊരു 0.3 ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്കൂട്ടി ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു ഷോട്ടാണ്. ഓക്കെ, അത് ഞാനൊരു 0.3 ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഇതേ രീതിക്കാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു മ്യൂസിക് കട്ട് ചെയ്ത് ആ ഒരു വീഡിയോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് മാർക്ക് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം നമ്മളെങ്ങനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ കണ്ടോ, ഈ ഒരു ഡോട്ട് ഇവിടെ വരുന്നത് അത് ഏകദേശം അടുത്തേക്കാണ്. പിന്നെ അടുത്ത ബീറ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ബീറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 1, 2, 3 ക്ലിപ്പുകൾ കൊടുന്ന് വെച്ചിരിക്കുന്നു. കണ്ടോ, അപ്പോൾ ബീറ്റ് മാർക്കും നമ്മളെ ലെവൽക്കും വെക്കുമ്പോൾ രണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ് മാർക്കിനെക്കാട്ടിലും ബെറ്റർ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്യുമ്പോൾ ഇതാണ് ബെറ്റർ. അപ്പോൾ ഇനി അടുത്തത് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മളെ ഈ ഒരു വീഡിയോക്ക് ഒരു ഫേക്ക് സൂം ക്രിയേറ്റ് ചെയ്യലാണ്. ഈ ഒരു ഫേക്ക് സൂം ക്രിയേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാസ്റ്റ് കട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഫേക്ക് സൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാപ്കട്ടിൽ നമുക്ക് 2 മാർഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് രണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല മാർഗം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഫേക്ക് സൂം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോക്ക് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഒരു സൂം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കലാണ്. സൂം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, പെട്ടെന്ന് നമ്മളൊരു അടുത്തേക്ക് സാധനം സൂം ചെയ്യല്ലോ. നിങ്ങൾക്ക് സൂം ചെയ്യാനൊക്കെ നല്ല എക്സ്പെർട്ട് ഉള്ളവരുണ്ടാവും നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്നവർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേക്ക് സൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലിപ്സിൽ സൂം ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്നും ചെയ്യേണ്ട. ഈ ഒരു സൂം ഇല്ലാത്ത ക്ലിപ്സുകൾക്കാണ് നമ്മളൊരു ഫേക്ക് സൂം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചിലർക്ക് ഇതെന്താ സംഭവം എന്ന് കത്തിയിട്ടുണ്ടാവില്ല, പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ടോ, നോർമലാണ്, നോർമൽ വീഡിയോ. സൂം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ പെട്ടെന്ന് കാർമൊക്കെ അങ്ങനെ സൂം ആവുക. അതാണ് ഈ ഒരു സൂം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലിപ്പിൽ അങ്ങനെ സൂം ആവാത്തതുകൊണ്ട് നമുക്കത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ആദ്യം ഒരു കീ ഫ്രെയിം സ്റ്റാർട്ടിൽ കൊടുത്തിട്ട് ഞാൻ ആ കാർമൊക്കെ സൂം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സൂം എവിടെ വെച്ചിട്ടാണ് നിൽക്കേണ്ടത് വെച്ചാൽ അവിടെ വൈറ്റ് ലൈൻ കൊണ്ടുവച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് സൂം ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, നമ്മളെ കാർമൊക്കെ ഇങ്ങനെയാണ് സൂം ആവും. കണ്ടോ, ഇതാണ് ഫേക്ക് സൂം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, കീ ഫ്രെയിം വെച്ചിട്ട് സൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേക്ക് സൂം ക്രിയേറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് മുഖത്തെ സെർച്ച് ബാറിൽ നിങ്ങൾ സൂം ലെൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു 2 സെയിം സാധനം തന്നെയാണ്. അപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സൂം ലെൻസിൻ്റെ എഫക്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ വീഡിയോസിനും ഒറ്റ സൂം ലെൻസിൻ്റെതാണ് അപ്ലൈ ആയിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അലമ്പാവും. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2 വീഡിയോ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോക്ക് വേറെ ഇട്ടിട്ട് സെക്കൻഡ് വീഡിയോക്ക് ഇങ്ങനെ സെക്കൻഡ് തേർഡിനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ചിട്ടാണ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സൂം ലെൻസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ആദ്യം ഞാനിത് ഫസ്റ്റ് ക്ലിപ്പിലേക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇട്ട് കൊടുത്തിട്ട് താഴത്തെ ബോക്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് റേഞ്ച് എന്നുള്ളതാവും. ഈ റേഞ്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോക്ക് വേണ്ട ഒരു സൂമിൻ്റെ അളവാണ് കാണിക്കുന്നത്. സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ കൊടുക്കുന്ന റേഞ്ചിക്ക് ആ ഒരു സ്റ്റാർട്ട് പോർഷനിൽ നിന്ന് എത്ര സ്പീഡിൽ വേണം
അതാണ് ഈ ഒരു സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു 60-70 ആണ് ഇട്ട് കൊടുക്കുന്നത്, സ്പീഡും റേഞ്ചും. കണ്ടോ, ഇപ്പോൾ കണ്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഒരു ഫേക്ക് സൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേക്ക് സൂമിങ് ഇല്ലാത്ത എല്ലാ ക്ലിപ്പുകൾക്കും ഈ ഒരു ഫേക്ക് സൂം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് 2 ക്ലിപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മീറ്ററിൻ്റെതാണ്, അവിടേക്ക് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ റേഞ്ച് ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ സൈക്കിളിൻ്റെയും വരുന്നുണ്ട്, സൈക്കിളിൻ്റെ ഞാൻ റേഞ്ച് കുറച്ച് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഈ വീഡിയോക്ക് 2 കുമ്പാടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ. എന്നിട്ട് അതിൻ്റെ റേഞ്ച് ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. വേണമെന്നുണ്ടെങ്കിൽ ഈ മീറ്ററിൻ്റെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ റേഞ്ച് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി, ചെറിയൊരു സൂം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. കാരണം ഓൾറെഡി ഇതിലുണ്ട് ഒരു സൂം തന്നെ, നൈസായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഫേക്ക് സൂം ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? ഇനി അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ പോണത് പറഞ്ഞാൽ, ഇനി ഇതിലേക്ക് ഈ ഒരു ക്ലിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലിപ്പ് വരുന്ന ഭാഗത്തേക്ക് ഉണ്ട് ഈ ഒരു സെക്ഷൻ, ഈ രണ്ടും പാടി ജോയിൻ ആവുന്ന ഒരു സെക്ഷനിൽ അവിടേക്ക് നമുക്ക് ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ അതിൽ സ്റ്റാർട്ടിൽ തന്നെ കാണുന്ന ഈ ഷെയ്ക്ക്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ ആ ഷെയ്ക്ക് എഫക്റ്റ് ഇവിടെ ആഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ലെയർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞോടത്തും അടുത്ത വീഡിയോ കഴിഞ്ഞോടത്തേക്കും അതിനുള്ള രീതിക്ക് ഇതേപോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് പോയിട്ട് ആൾ വീഡിയോ കൊടുക്കുക. ഈ ഒരു ആൾ വീഡിയോ കൊടുക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഇനി അഥവാ ഇതിൻ്റെ മേലേക്ക് എന്തെങ്കിലും കട്ടൗട്ട് എന്തെങ്കിലും കൊടുത്തുകൊടുന്നുണ്ടെങ്കിൽ അതിലേക്കും കൂടി എഫക്റ്റ് അപ്ലൈ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇട്ട് വെക്കണത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ആൾ വീഡിയോ കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സ്പീഡ് ഒരു 10, 11 അല്ലെങ്കിൽ 8 ആ റേഞ്ചിക്ക് നിങ്ങളുടെ വീഡിയോക്ക് ബേസ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. സ്റ്റാർട്ടിൽ പോയിട്ട് 0 ആക്കി കൊടുക്കുക. അപ്പോൾ 0 ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കീ ഫ്രെയിം വരും അവിടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ക്ലിപ്സുകൾക്ക് ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ട് ഇത് നേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ വൈറ്റ് ബോക്സിൻ്റെ അടിയിലേക്ക് നിങ്ങൾ കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ഷെയ്ക്ക് എഫക്റ്റ് എല്ലാത്തിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ, ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് ഇപ്പോൾ നമ്മൾ എല്ലാത്തിലേക്കും ആഡ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു വൈറ്റ് ബോക്സ്, അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 2 എഫക്റ്റുകൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലർ എന്നുള്ളത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മിക്സ് എന്നുള്ളതുണ്ട്, അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ മിക്സാണ് കൊടുക്കുന്നത്. മിക്സ് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് ഇടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിൻ്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബീറ്റ് മാർക്കിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടക്ക് അപ്ലൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതൊരു 0.1 തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് അതിൽ ഇട്ടിട്ട് മേലത്തെ അപ്ലൈ ടു ആൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാത്തിലേക്കും അപ്ലൈ ആവും. കണ്ടോ? എന്നിട്ടൊന്ന് പ്ലേ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ക്ക് എഫക്റ്റ് കാരണം എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തൊരു ഷെയ്ക്ക് എഫക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എഫക്റ്റ് ഞാനൊന്ന് നെണ്ണ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെണ്ണ് ചെയ്തിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർട്ട് പോർഷൻ ഞാനൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട്, എന്നിട്ട് ഞാൻ ഈ ഒരു നമ്മൾ മാസ്ക് ചെയ്തത് ഈ ഒരു മിക്സ് ചെയ്തത് നമ്മൾ ഒഴിവാക്കിയല്ലോ. അപ്പോൾ ആ ഒരു മിക്സ് ഒന്നുകൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓവർലേ സെലക്ട് ചെയ്തിട്ട് ആഡ് ഓവർലേ പോയിട്ട് ആ ഫോട്ടോന്ന് ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്തു.
റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ കസ്റ്റം റിമൂവിൽ കൊടുത്തിട്ട് ആ ഒരു സ്കൂട്ടിയുടെ ഭാഗവും അതേപോലെ തന്നെ ആ ഒരു മിറർ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോൻ്റെ ആ ഒരു ക്ലിപ്പ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആക്കി വെക്കുക. അതൊരു കട്ടൗട്ട് ആനിമേഷൻ നിങ്ങൾക്ക് അറിയണതിൻ്റെ കാര്യം. ശേഷം അതൊന്ന് അതിൻ്റെ എൻ്റെ ഭാഗത്ത് ഞാൻ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് കീ ഫ്രെയിം കൊടുത്തിട്ട് ഒരു 0.1 ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ? എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റ് പോവുക. എന്നിട്ട് വീഡിയോ എഫക്റ്റ് പോയിട്ട് ഞാൻ അതിനൊരു ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലറി ഫോക്കസ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 2 കളർ കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടെ കളറായിട്ട് വരും. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ഇങ്ങനെ കളറായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കട്ടൗട്ട് ആനിമേഷൻ എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തും ഈ ഒരു സ്കൂട്ടിയുടെ ഈ ഒരു ടയർ തന്നെ ഈ ഒരു സെക്ഷനിലോ അവിടേക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ലോ ആയിട്ടാണ് വരുന്നത്, അവിടെ സ്ലോ ആയിട്ട് പിന്നെ അടുത്ത ഷോട്ട് ഫാസ്റ്റിക്ക് തന്നെ പോണത്. അപ്പോൾ നമുക്ക് അവിടെയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കൂട്ടിയുടെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ നമുക്കൊരു കട്ടൗട്ട് ആനിമേഷൻ കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓവർലേ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് പോയി ആ ഒരു സ്കൂട്ടിയുടെ ആ ഒരു ഭാഗം മൊത്തം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വണ്ടി കറക്റ്റായിട്ട് അതിൻ്റെ മേലേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തു. സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എൻഡിലൊരു കീ ഫ്രെയിം കൊടുത്തു. സ്റ്റാർട്ടിലെ കീ ഫ്രെയിം ഞാൻ ഒന്ന് ചെറുതാക്കിയിട്ടാണ് വെക്കണത്. ഒന്ന് ചെറുതാക്കി വെച്ച് ഒരു കാണാത്ത ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അതിങ്ങനെ പോപ്പപ്പായിട്ട് വരും. ഉണ്ടോ? അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ഈ ഒരു കട്ടൗട്ട് കൊടുത്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടേക്ക് നമുക്ക് സെപ്പറേറ്റ് ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എഫക്റ്റ് പോയിട്ട് വീഡിയോ എഫക്റ്റ് പോയിട്ട് ഈ ഒരു ഷെയ്ക്ക് എഫക്റ്റ് തന്നെ ആഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു കട്ടൗട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ ലെങ്ത്ത് എവിടേക്കാണോ വരുന്നത് നോക്കുക. ഈ ഒരു റെഡ് ലൈന് കാണാൻ നിങ്ങൾക്ക് മേലെ, അവിടെയാണ് നമ്മളെ കട്ടൗട്ട് വെച്ചിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ അതേ സെയിം ഇതിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് സെറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ പോവുക. എന്നിട്ട് വീഡിയോ കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോക്കും ഒരു കട്ടൗട്ടിനും ഒരു എഫക്റ്റ് അപ്ലൈ ആവും. എന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ട രീതിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നമ്മൾ നേരത്തെ വെച്ച കട്ടൗട്ടിനും അതേ ആ റെഡ് ലൈൻ അനുസരിച്ചിട്ട് വെച്ചിട്ട് ഒബ്ജക്റ്റ് പോയിട്ട് വീഡിയോ കൊടുക്കുക. അപ്പോൾ ഇതിലേക്കും അത് വന്നിട്ടുണ്ടാവും ആ ഒരു ഷേക്ക്. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഫാസ്റ്റ് കട്ട് എന്നുള്ള ഒരു ട്രാൻസിഷൻ മേക്ക് ചെയ്യണത്. ഇനി ഇതിലേക്ക് ആ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതേപോലെ കിട്ടും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ഇതിലേക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിലിപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഒരു സൈക്കിളിൻ്റെ വരെ ഭാഗത്തേക്ക് സ്റ്റാർട്ടിങ്ങത്തെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഒന്ന് എന്താ പറയുക സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഇതിന്ന് ഈ ഒരു സൈക്കിളിനെ ഹീൽ ചെയ്തിട്ട് ഒരു ഇല്ലാത്ത സ്ഥലത്തേക്ക് സൈക്കിൾ വന്ന് വീണിട്ട് കൊടുക്കണ കുറേ എഫക്റ്റുകളൊക്കെ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താണ് ചാനലിൽ. അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒക്കെ കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ബേസ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫാസ്റ്റ് കട്ട് എന്നുള്ള ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ക്ലിപ്പ് വരുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടേക്കൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കളറ് കുറഞ്ഞിട്ട് കൂടുന്ന രീതിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം സാധാ നോർമൽ കളറിലാണ്. അപ്പോൾ ഇതിങ്ങനെ അടുത്ത ക്ലിപ്പ് വരാൻ പോകുന്ന ഭാഗത്തേക്ക് നീക്കൊന്ന് കളറ് കുറഞ്ഞിട്ട് പിന്നെ അടുത്ത ക്ലിപ്പ് വരുമ്പോൾ ഒന്ന് കളറ് കുറഞ്ഞ് കൂടുന്ന പോലെ ആക്കുക. കാണിച്ചു തരാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സാച്ചുറേഷൻ ഒന്ന് ഫുള്ളായിട്ട് കുറക്കുക. എന്നിട്ടൊരു കീ ഫ്രെയിം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ലെയർ അവിടെ അപ്ലൈ ആവും. എന്നിട്ട് ആ കീ ഫ്രെയിമിൻ്റെത് ഓഫാക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എവിടെ വേണ്ടിച്ചാൽ അതിനനുസരിച്ചിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുക.
ഇങ്ങനെ സെറ്റ് ചെയ്യുക, കണ്ടില്ലേ? എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് സാച്ചുറേഷൻ നോർമൽ പോലെ ആക്കുക. ഇവിടെ അതേപോലെ സാച്ചുറേഷൻ നോർമൽ പോലെ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ അടുത്ത ക്ലിപ്പ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ സാച്ചുറേഷൻ കുറഞ്ഞിട്ട് അടുത്ത ക്ലിപ്പ് ഇങ്ങനെ വരുമ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞതിന് ഇങ്ങനെ കൂടി വരുന്നതാണ്, കണ്ടോ? ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങൾ വേണ്ട ക്ലിപ്പുകൾക്കൊക്കെ ഇതേപോലെ സെൻറ്ററിൽ ഇട്ട് കൊടുത്താൽ അത് എല്ലാ ക്ലിപ്പുകൾക്കും അങ്ങനെ ഒരു ഇത് കിട്ടും, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിൽ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോൻ്റെ ഒരു ഔട്ട് അതിനനുസരിച്ചിട്ട് നൈസായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് എല്ലാത്തിലേക്കും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ഈ ഒരു സ്റ്റാർട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളർക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണമെന്നില്ല. എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞാൽ 2 കളർ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് അതിൻ്റെ സ്പീഡ് വേണ്ടതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കിത് ഈ ഒരു ഭാഗത്ത് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലെവൽ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, ഈ ഒരു ഇതിൻ്റെ. എന്നിട്ട് അതിൻ്റെ സ്പീഡ് ഒന്ന് വേണ്ട രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കളറൊന്നും ഇങ്ങനെ കിട്ടും, കണ്ടോ? ഇനി അത് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോക്ക് ഒരു കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് സാച്ചുറേഷൻ കുറച്ച് കൊടുക്കുക. പിന്നെ വേണ്ട ഭാഗത്തേക്ക് പോവുക, സാച്ചുറേഷൻ കൂട്ടി കൊടുക്കുക. അങ്ങനെയും ചെയ്യാൻ പറ്റും, കണ്ടോ? ഇപ്പോൾ കറക്റ്റ് കുറഞ്ഞ് കൂടി കണ്ടോ? അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഫേക്ക് സൂം ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു സൂം ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഉള്ളിലേക്കാണ് സൂമായിട്ട് ഒന്ന് റിവേഴ്സ് വന്നിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ട്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഞാനിതാ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു കീ ഫ്രെയിം കൊടുത്തു, എൻഡിലൊരു കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ മാക്സിമം ഒന്ന് സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ? ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ സൂം ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രാഫ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഫ്ലോ 2 പറഞ്ഞിട്ടൊരു ഗ്രാഫ് ഉണ്ട്, അത് നിങ്ങൾ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് എഡിറ്റ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ ഒരു ലൈന് നേരെ പോയിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു ബീറ്റ് കൊടുത്തിട്ട് ഇതൊന്ന് അടിയിക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടോ? ആദ്യം ഒന്ന് സൂമായി, എന്നിട്ട് അതൊന്ന് സൂം കുറഞ്ഞിട്ടും അങ്ങോട്ട് സൂം പോയി, കണ്ടോ? അങ്ങനെ ഒരു ഇത് കിട്ടും, ഒരു ബൗൺസിങ് പോലെ, കണ്ടോ? അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എന്നിട്ട് പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ? കണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് വെച്ചിട്ടും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ഈ ഒരു ഫാസ്റ്റ് കട്ട് എന്നുള്ള ഈ ഒരു ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ പെട്ടെന്ന് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് വെച്ചാൽ എന്നാലുള്ളൂ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് സെക്കൻഡ് എപ്പിസോഡായിട്ട് നമ്മൾ പെട്ടെന്ന് വരും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.